ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, ഇന്നത്തെ വീഡിയോ കുറച്ച് കമന്റ് റിയാക്ഷൻ ആണ് കേട്ടോ. കമൻറ്റ് റിയാക്ഷൻ മാത്രമല്ല, കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ തെറിവിളി കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ വീഡിയോ ദയവേത് സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഇതിൽ ഇത്തിരി അധികം നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്ന രീതി അങ്ങനെയാണ്. സോ ആദ്യം തന്നെ പറയാണ്, ഇത് കണ്ടിട്ട് ഇനി അടിയിൽ വന്നിട്ട് നിൽക്കണ്ട. അതുകൊണ്ട് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകും. ഏട്ടാ, ഈ വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു? വയറ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു വയറ്റിനകത്ത് എൻ്റെ ഒരു കുഞ്ഞ് വെളി വരാൻ പോകുന്നു. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലൊരു വയറ്റിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല, കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറേ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അല്ല, വീഡിയോ ചെയ്യുമ്പോൾ അവരവരുടെ ഇപ്പോൾ പറയുന്ന പോലെ അതിപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ കയറിപ്പോകാനൊക്കെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവളുമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഈ വയറിപ്പോ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോൾ ചോദിക്കും, നാളെ നിന്റെ ക്ലിവേജ് കാണുമ്പോൾ നീ ചിലപ്പം അങ്ങനെ കുറച്ച് കമന്റ്സ് വന്നു കഴിഞ്ഞാൽ നീ അത് ഓപ്പൺ ചെയ്തിടുവോ? അങ്ങനെയല്ല. ഞങ്ങള് 6-7 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യം കൂടെ, സോഷ്യൽ മീഡിയയിൽ ഇത്രയും വർഷം നിൽക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ കുറച്ചൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് തുടങ്ങാം. ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒരു 6-7 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഡാൻസ് വീഡിയോസ് അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ കല്യാണം കഴിച്ച് തുടങ്ങി ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാരും കമൻറ്റ് സെക്ഷൻ, അന്നത്തെ സമയത്തെന്ന് പറഞ്ഞാൽ കപ്പിൾസായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. അപ്പോൾ ഉള്ള കമൻറ്റ്സ് എന്തായിരുന്നു അറിയാം? അപ്പോൾ ഉള്ള നാട്ടുകാരുടെ ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്ന കുലപുരുഷന്മാരുടെ കമൻറ്റ്സ് എന്തായിരുന്നു അറിയോ? നിനക്കൊക്കെ നാണമുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടെ തുള്ളി ജീവിക്കുന്നു, ആടി ജീവിക്കുന്നു. ഇതൊക്കെയായിരുന്നു അപ്പോഴത്തെ ഒരു കമൻറ്റ് സെക്ഷൻ. നാണമുണ്ടോ നിനക്കൊക്കെ? വല്ല പണിക്കും പോടാ, തേങ്ങ മാങ്ങ, അങ്ങനത്തെ പറഞ്ഞുള്ള കമൻറ്റ്സ് ആയിരുന്നു. അതായത് ആടി ജീവിക്കുന്നു, നിനക്ക് ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശന വസ്തുവായിട്ട് നിർത്തിയിട്ട് ആടി ജീവിക്കുന്നു, നാണമുണ്ടോ, ഇങ്ങനെയായിരുന്നു കമൻറ്റ് സെക്ഷൻ. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാരിലേക്കൊക്കെ എത്തി, ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു. അതിന് ശേഷം വരുന്ന കമൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മോറൽ ട്രാഫിക് ആയിരുന്നു. അതായത് നമ്മൾ പിന്നെ പ്രൊമോഷൻ വീഡിയോസ് അത് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പേര് വന്ന് താഴെ കമൻറ്റ്സ് അടിക്കുന്നത്, എവിടെയാണ് ഇവർ വീഡിയോസൊക്കെ എടുക്കാൻ പോകുന്നത്, ആരുടെ മുമ്പിലാണ് പോകുന്നത്, എങ്ങനെയാണ്, ഇങ്ങനത്തുള്ള രീതിയിലായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഐഫോൺ റിലേറ്റഡ് പ്രാങ്ക് വീഡിയോ അതായപ്പോഴത്തേക്ക് കംപ്ലീറ്റ് നെഗറ്റീവായി. പിന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, നാണക്കേടായി, നശിച്ച് അതായത് എൻ്റെ നാട്ടിൽ അങ്ങ് ട്രിവാൻഡ്രത്തു നിന്ന് വരെ എനിക്ക് വിളി വന്നു. അത്രയും കാലം തിരിഞ്ഞു നോക്കാത്ത പട്ടികൾ, മനസ്സിലായി, അങ്ങനെ പറഞ്ഞു, ഇത്രയും നേരം തിരിഞ്ഞു നോക്കാത്ത പട്ടികൾ ഒരു നെഗറ്റീവ് വന്നപ്പോൾ വിളിച്ചിട്ട്, നിനക്കിപ്പം പറ്റത്തില്ലല്ലോ, മറ്റേ നെഗറ്റീവ് ആണല്ലോ മൊത്തം എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മൊത്തം മാറ്റിച്ച് അതിൻ്റെ തീരെ വന്ന് കമൻറ്റ്സ് ഇടുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവന്മാർ കമൻറ്റ് ഇട്ടതായിട്ട് എനിക്കറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്ന് ഒരു ഐഫോൺ പ്രാങ്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് കുറേ സാധനം പോയി. അപ്പോഴും നമുക്ക് നെഗറ്റീവ്. അതിൽ നിന്ന് പിന്നെ ഇത്രയും കാലം സീരിയലിൽ കയറി അവൻ കൊണ്ട് ഇങ്ങനെ ഓപ്പണായിട്ട് പറയാം, അവൻ കൊണ്ട് അവളെ വിറ്റ് അല്ലെങ്കിൽ അവളെ പിന്നെ കൊണ്ട് ആർക്കോ കാഴ്ച വസ്തുവാക്കി വെച്ചിട്ട് അവളെ ഇപ്പം സീരിയലിൽ കൊണ്ടുവന്നു. അവനും സീരിയലിലായി, വലിയ സംഭവം, ഭാര്യയെ വിറ്റിട്ടാണ് അവൻ മറ്റേ വലിയ സംഭവമായെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളും അപ്പോഴും വന്നു, വിട്ടു. അതിനുശേഷം ബിഗ് ബോസിലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, കുറേ കാലം ബിഗ് ബോസ് അയച്ച് അപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാം തിരിച്ചു വന്നു. അതായത് ഈ കമൻറ്റ് ഇട്ടവന്മാരെല്ലാം, കമൻറ്റ്സ് വളികൾ കുറേ ഉണ്ട്, അവരങ്ങനെ തന്നെ കമൻറ്റ് ഇടുന്നുണ്ട്. അല്ല, ഒറിജിനൽ അക്കൗണ്ടിലൊക്കെ നമുക്ക് അറിയാവുന്ന കുറേ പേരൊക്കെ നമ്മളെ വന്നിട്ട് ഇങ്ങോട്ട് പേഴ്സണലി, മോനെ സൂപ്പറടാ, ബിഗ് ബോസിലൊക്കെ കയറിയില്ല, ഭയങ്കര സംഭവമായിട്ടുള്ള രീതിയിൽ സെൽഫി എടുക്കും, മറ്റേ ആ ഒരു സെറ്റപ്പായി. അപ്പോഴും കഴിഞ്ഞു, അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ
ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള സംഭവമാണ്. അപ്പോൾ ഒന്നും അല്ല, ബിഗ് ബോസിൽ കയറിയിട്ട് ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഞാൻ കുറേ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റോറീസ് ആയിക്കോട്ടെ, BJPക്കെതിരെ എൻ്റെ സ്റ്റോറീസ് ആയിക്കോട്ടെ, ഈ അത്യാവശ്യം ഒരുത്തനുണ്ടല്ലോ മറ്റേ കാസർഗോഡ് നിന്നൊക്കെ ഒരുത്തൻ നമ്മളെ കളിയാക്കിക്കൊണ്ട് കാല് ചെയ്യാത്തവരെയൊക്കെ കളിയാക്കി ഇങ്ങനെയുള്ള. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പേരുടെ കമൻസ് എപ്പോഴും എക്കാലവും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ്, അതായത് വയറ് കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട്സ്, ഫോട്ടോസൊക്കെ Net20 ഫോട്ടോഷൂട്ട്, ഇത് കണ്ടപ്പോൾ കുറേ പേരുടെ നല്ല രസമുണ്ട്. കാര്യം ഞാനൊക്കെ കണ്ടിട്ട് ഫണ്ണായിട്ട് കണ്ടിട്ട് ചിലത് എനിക്ക് റിപ്ലൈ ചെയ്യണമെന്ന് തോന്നിയോണ്ട് മാത്രം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പിടിച്ചുവിട്ടിരിക്കുന്നത്. എനിക്ക് റിപ്ലൈ ചെയ്യണം തോന്നിയതുകൊണ്ട്. പിന്നെ അതുമല്ല ഇതില് എന്താ ചിലരുടെയൊക്കെ ഒരു വിചാരം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങ് മോശക്കാരാണ്. മോശമല്ല, ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞാൽ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ചിലരുടെ വിചാരം. ഇതിപ്പോ നമ്മൾ മാത്രം ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജനറേഷനിലൊക്കെ ജീവിക്കുന്നവരാണോ? വന്ന രസകരമായിട്ടുള്ള നല്ല കിടിലമായിട്ടുള്ള കുലച്ചേട്ടന്മാരും ഇട്ടിരിക്കുന്ന കുറച്ച് കമന്റ്സ് രസകരമായിട്ട് നമ്മൾ ഫണ്ണായിട്ട് കണ്ടിട്ട് വിട്ട കുറച്ച് സാധനമാണ്. റെസ്പെക്ട് മം ബട്ട് ദിസ് ഈസ് ഓവർ. കുറച്ചൊക്കെ നാണോ മാനവും വേണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല നാണോ മാനോ വേണ്ടത്. അല്ല, ഇത് വയറ് ഇത്രയും പോർഷൻ ഒരു സ്ത്രീയുടെ ഇത്രയും പോർഷൻ എന്ത് നാണോ മാനോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഇത് ഇപ്പൊ കാണാൻ പാടില്ലാത്ത സാധനമായിട്ട് എന്താണുള്ളത്? അത് ഇവളുടെ ഈ 2 സാധനം ഓപ്പൺ ചെയ്തിട്ടോ, അല്ലെങ്കിൽ താഴെ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടോ, ഈ ഒരു വയറെന്ന് പറയുന്ന പോർഷനിൽ എന്ത് നാണോ മാനോ? വേണ്ട. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എൻ്റെ വയറാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് തോന്നാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് ഒരു കുഞ്ഞ് കിടക്കുന്ന വയറ് കണ്ടിട്ട് എന്തുകൊണ്ട് തോന്നുന്നു? ഒരു പുരുഷന്റെ വയറിൽ ഈ പോർഷനിൽ 6 പാക്ക് ഒന്നും അല്ല കേട്ടോ, ഫാമിലി പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അവൻ്റെ വയറ് കൊള്ളൂല, കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് വരരുത്. ഇത് നോർമലായിട്ടുള്ളൊരു വയറ്. ഇത് കണ്ടിട്ടൊന്നും തോന്നാത്ത ഒരു ആൺകുട്ടി ഷർട്ടുമില്ലാതെ 6 പാക്കും കാണിച്ച് ഫുൾ ബോഡിയും കാണിച്ച് വീഡിയോ ഇട്ടാൽ പ്രശ്നമില്ലാത്തവർക്ക് എന്തുകൊണ്ടൊരു പെൺകുട്ടിയുടെ വയറ്, അതും ഒരു കുഞ്ഞ് കിടക്കുന്ന വയറ് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവനൊക്കെ ഇത് തോന്നുന്നു എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവനെന്നല്ല, ഇവളുമാർക്ക്. കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന കമൻസ് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, അതും കുലസ്ത്രീകളായിട്ടുള്ള കുറേ പെണ്ണുങ്ങൾ. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോൾ അത് പോയി കിട്ടി. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം വേണ്ട. കാര്യം നിങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പ്രാവശ്യം നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വേണ്ട. നമ്മളെ ഫുള്ളി മനസ്സിലാക്കി നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണെന്ന് അറിഞ്ഞ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വയറ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേട് നമ്മളുണ്ട്, നമ്മളെ ഇഷ്ടമല്ല, നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ട. അൺസബ്സ്ക്രൈബ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോക്ക്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നെ എന്താണ്, നല്ല ഇഷ്ടമായിരുന്നു, നിങ്ങളെ കുറെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഓവറായിരുന്നു, ബോർ ഡ്രസ്സിങ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഈ കുലസ്ത്രീ ചമഞ്ഞുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവരെയൊക്കെ മക്കളെ കുറിച്ചൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വളർന്നു വരുന്ന ലൈഫാണ്, ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവർ ഇവർ ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ ഈസ് എന്താ ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ജീൻസ് ഇന്ത്യൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഇന്ത്യൻ കൾച്ചറാണോ? ഇന്ത്യൻ കൾച്ചർ ഒരു കാര്യം ചെയ്യും, മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പോ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റവൻ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത്, ആലോചിക്കണം. അടുത്തത്, ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നത് ഒരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ ഗർഭകാലത്തിൻ്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി. എന്താണ് ഈ പവിത്രത? എന്തുകൊണ്ട്, എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നാണ് നിങ്ങൾ? തൻ്റെ ഭാര്യയുടെ വയറ് നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? കഷ്ടം. കാശിന് വേണ്ടി ഇങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഇതാണ് ഇവരുടെ വിചാരം. 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാണ്. എൻ്റെ പൊന്ന് മഹിരന്മാരെ ഉള്ള കാര്യം പറയാം. 10 ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പൈസ തരാൻ ഫേസ്ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ, മനസ്സിലായില്ലേ?
10 ഫോട്ടോ ഇട്ടിട്ട് അതുമല്ല ഭാര്യയുടെ വയറ് പ്രദർശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? പ്രദർശിപ്പിച്ച് പൈസ ഉണ്ട്. അല്ല ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ഞാനാണ് ആക്ച്വലി ഡ്രസ്സ് ചൂസ് ചെയ്തതും. അതുപോലെ അല്ല ഇവളുടെ ഡ്രസ്സിങ്ങിൽ കയറി അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? എൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ കയറിയിട്ട് ഇത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അമ്മ ആ ഡ്രസ്സ് ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാൻ ഞാൻ ആരാണ്? അതുപോലെ തന്നെയാണ് തിരിച്ച് എൻ്റെ ഡ്രസ്സിങ് കയറി വേറൊരാൾ സ്വാതന്ത്ര്യം പറയാൻ ആരാണ്? അവരുടെ ഡ്രസ്സിങ് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. അവൾക്കിപ്പം ഇപ്പോൾ ഈ വയറ് കാണിച്ച് നടക്കണം, അവൾ നടക്കുന്നതിന് ഞാൻ എന്ത് പറയാനാണ്? അത് അവളുടെ മാത്രം എന്താണ് കുറ്റമുള്ളത് അതാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അവൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ, അവൾക്കത് മനസ്സ് കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തിനതിൽ കയറി അഭിപ്രായം പറയണം? എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് ഞാൻ കയറിയിട്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടരുത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുത്, നിന്റെ വയറ് കാണിക്കരുത്, എൻ്റെ മറ്റേ ഇവിടെ കാണരുത്. നമുക്ക് വൾഗറായിട്ട് എനിക്കിപ്പോ വൾഗറായിട്ട് ചെയ്യരുത് എന്ന് എനിക്കൊരു സാധനമുണ്ട്. ആ സംഭവങ്ങൾ ഞങ്ങൾ ഈ 7 വർഷമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്തിട്ടുമില്ല. ഇനി എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കമന്റാണ് ഇവിടെ ഇടുന്നത്. പെണ്ണുങ്ങളാണല്ലോ സദാചാരം കാണിക്കുന്ന പുച്ചികൾ. ബട്ട് ഒരു അമ്മയെ സ്നേഹിക്കുന്ന ആൾക്ക് ഒരു വുമൻ്റെ വയറ് കണ്ടാൽ ഒരിക്കലും ബാഡായി തോന്നിക്കില്ല, ബാഡടിക്കില്ല. ഈ പറഞ്ഞിരിക്കുന്ന കമൻറ്റ് ഇതെനിക്ക് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ്. കൂടുതലും പെണ്ണുങ്ങളാണ് ഈ അടിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വയറ് കാണുമ്പോൾ ഇത്രമാത്രം അങ്ങ് നെഗറ്റീവ് അടിക്കുക, അറപ്പ് തോന്നുന്നു എന്ന് കുറെ പേര് പറയുന്നു. അറപ്പ് തോന്നുന്നത് എന്താണ്? എനിക്കെന്തായാലും ഇതെന്തായാലും അറപ്പല്ല. കാരണം നമ്മുടെ കിടക്കുവാണ് അന്ന് നമുക്ക് അത് അറപ്പ് തോന്നില്ല. അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വുമന്റെ വയറ് കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ അറപ്പ് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാണം കെട്ട ഫോട്ടോഷൂട്ട് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ ഫുള്ള് വയറും കാണിച്ച് എന്തായാലും പാൻറ് ഊരി വീഴാതെ നോക്കിക്കോ. എന്ത് കണ്ടിട്ടാണ് ലൈക്ക് കിട്ടുന്നത്? കഷ്ടം. ദീപുവിനൊരു കാര്യം മനസ്സിലാക്കുക. ദീപുവിൻ്റെ വീട്ടിലുള്ളവരുടെ കാര്യം മാത്രം നോക്കുക. പാൻറ് ഊരാതെ പാൻറ് ഊരിയിട്ടോ പിന്നെ വയറ് കാണിച്ചോ കാണിക്കാതെ ദീപുവിൻ്റെ മാത്രം കാര്യം നോക്കുക. മറ്റുള്ളവരുടെ ഒരുത്തൻ്റെ ഭാര്യയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വയറ് കണ്ടിട്ട് ദീപുവിന് ഇത്രയും വലിയ കടിയാണെന്നുണ്ടെങ്കിൽ ദീപു കാണണ്ട, ബ്ലോക്ക് ചെയ്ത് പോകാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതൊന്നും അല്ല, കമന്റ്സ് വേറെ വരുന്നുണ്ട്. വൈറലാകുക, കാശ് ഉണ്ടാക്കുക, കമന്റ്സ് കൂടുമ്പോഴും ക്യാഷ് കിട്ടും. ആ ഫീച്ചർ എന്ന് പറഞ്ഞു കേട്ടോ. കമന്റ്സ് കൂടുന്നതിനനുസരിച്ച് കാശ് കിട്ടുന്ന സംഭവം. മാനം കളഞ്ഞിട്ടെങ്കിലും കാശ് ഉണ്ടാക്കണം. വെറുപ്പ് തോന്നും. വെറുപ്പ് തോന്നുമല്ലോ. നിന്റെ വെറുപ്പൊക്കെ നമുക്ക് എന്തോത്തിന്, ഞങ്ങൾക്ക് അതെന്തോ ആവശ്യമില്ല. നീ വെറുപ്പ് കൊണ്ട് നിന്റെ കയ്യിൽ ഇരുന്നോട്ടെ. അതേണ്ട അടുത്തത്. ഇതിപ്പോ രേണുസുതി ആയിരുന്നെങ്കിൽ എന്റെ അമ്മോന്ന്. ഇത് തന്നെയാണ് ഞങ്ങള് രേണുസുതി ഇപ്പൊ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഒരു കമന്റ് കണ്ടാണേ. ഇവളാണ് രേണുസുതിയെ പറഞ്ഞേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണു ചേച്ചിയുടെ ചില അഭിപ്രായങ്ങളോട്, ഒരിക്കലും ഡ്രസ്സിങ്ങളെ അല്ല, അഭിപ്രായങ്ങളോട് യോജിക്കാതെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ രേണുവിൻ്റെ അടുത്ത് നേരിട്ട് പോയപ്പോൾ ഞാൻ സംസാരിച്ചതിന് ശേഷം രേണു എന്നുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ മനസ്സിലാക്കി. രേണുവും ഞാനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹം ഉള്ള 2 പേരാണ് ഞാനും രേണു എന്ന് പറയുന്നത്. അതും രേണു ചേച്ചിയുടെ ഇതുമായിട്ട് എന്താണ് ഒരു ഇതാണ് അവന്മാര് കമന്റ് ഇടുന്നത്. ഒരു സ്ത്രീ എന്ത് റിസ്ക് എടുത്തിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്? ഇപ്പോഴത്തെ ട്രെൻഡിന് നിങ്ങൾ പോകരുത് പ്ലീസ്. നല്ല ഫാമിലിയാണ് നിങ്ങൾ. ഉപദേശമാണ് കേട്ടോ, ഇഷ്ടം കൊണ്ട് പറഞ്ഞായിരിക്കും, ഉപദേശമാണ്. എനിക്ക് നിങ്ങളെ 2 പേരെ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വേണ്ടായിരുന്നു. വൃത്തികെട്ട ഫോട്ടോസ്, ഇമേജ് കളഞ്ഞു നിങ്ങൾ. ഈ മെറ്റേണിറ്റി ഷൂട്ട് കൊണ്ട് എന്ത് ഇമേജ് കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് മതിപ്പങ്ങ് പോയി കിട്ടി. ഇതെന്താണ് ഇതിനു വേണ്ടിയിട്ട് കാണിക്കാൻ പാടില്ലാത്ത സാധനം എന്നാണ്. മേൽഭാഗോ താഴ്ഭാഗോ അങ്ങാണോ ഞാൻ പ്രദർശിപ്പിച്ചാണോ വീഡിയോ ഷൂട്ട് ചെയ്തതോ ഫോട്ടോസ് ഇട്ടതോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വയറ് കാണിച്ചാണോ ഈ മെറ്റേണിറ്റി ആയിട്ടുള്ളൊരു രമ്യ എന്ന് പറയുന്നത്? ഇപ്പോഴും വയറെന്നത് പറയുന്നത് കാണാൻ പാടില്ലാത്ത എന്തോ ഒന്നാണെന്നാണ് ചിലരുടെ വിചാരം. അവർക്ക് ഇഷ്ടമുള്ള പോലെ അല്ലേ അവർ ചെയ്യൂ. അതിൽ എന്തിനാ ബാക്കിയുള്ളവരിങ്ങനെ കലിതുള്ളി കമൻ്റ് ഇടുന്നത്? 10 വർഷം മുമ്പ് ഒരു വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈഫും ഹസ്ബൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കോ വീഡിയോ ഇട്ടാൽ അവൾ പോക്ക് കേസ് വെടി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഒരു 10 വയസ്സുള്ള കുഞ്ഞു മുതൽ 60 വയസ്സുള്ള ആ മുത്തശ്ശി വരെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമായി ഈ റീൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇടുക, ഷോർട്സ് വീഡിയോസ് ഇടുക, ഇതെന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അതിന് ഇത്രയും മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ വീഡിയോയുടെ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വയറ് കാണിച്ച ഫോട്ടോസ് ഇട്ടതിൽ 100 പേരിൽ 40 പേരെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ 60 പേര് പോസിറ്റീവ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ 60 പേരെന്നുള്ളത് 40 പേരെന്നുള്ളത് ചിലപ്പോൾ മാറിയിട്ട് ഒരു വെള്ളത്തിൽ ഈ മറ്റേ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു കീടാണുക്കളെ പോലെ ഉണ്ടല്ലോ, ആ കീടാണുക്കളിൽ പെടുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുക. 5-10 വർഷം കഴിയുമ്പോൾ നിന്റെയൊക്കെ ജനറേഷൻ തീരും. നെഗറ്റീവായിട്ട് ചെയ്യുന്ന നെഗറ്റീവ് വീഡിയോസ് ഇടുന്ന കുട്ടികളുണ്ട്, അവിടെ പോയി കമന്റ് ഇടും. ഇമാതിരി കമന്റുകൾ നമ്മുടെ ബോക്സിൽ വന്നാൽ എന്തായാലും ആ പാൻറ് കൂടി ഊരായിരുന്നില്ല, എന്തിനാ സിപ്പ് മാത്രം ഊരിയെന്ന് ഒന്ന് എൻ്റെ പൊന്ന് മോനെ, എനിക്ക് സിപ്പ് ഊരണമെങ്കിൽ ഞാൻ സിപ്പ് ഊരിക്കോളാം. നീ ഈ വീഡിയോ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയെന്ന് നീ കമന്റ് ഇട്ട്, ഇത് തന്നെയായിരിക്കും നിന്റെ അമ്മയോടും നിനക്ക് തോന്നുന്നത്. ഇപ്പം അവരെ ഒന്ന് സാരി ഉടുത്തോണ്ട് നിൽക്കുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ വയറൊന്ന് ജസ്റ്റ് സൈഡ് കണ്ടാലോ നിനക്ക് ഫീൽ ചെയ്യുന്ന ഇതായിരിക്കും. അവരടുത്ത് നീ പോയി പറയുമോ, താഴെ അങ്ങ് ഊരാൻ പറയുമോ? അല്ല, അറിയാൻ മേലടുത്ത് ചില കമൻറ്റുകൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കണ്ടെന്ന് വിചാരിച്ചാലും പ്രതികരിച്ചു പോകും. ബേബി ബംബ് കാണുന്നത് വൾഗർ ആണെങ്കിൽ പ്രോബ്ലം ഫോട്ടോയിലല്ല, കാണുന്നവന്റെ കണ്ണിലാണ്. സത്യം. കുരു. ഇതന്നെ എനിക്ക് റിപ്ലൈ ചെയ്യണം. ഇതാണ് എനിക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. എന്തോന്ന് ശിവപാർവതി എന്നുള്ള കമന്റാണ്. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി, ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമന്റ് ഇട്ടത് എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പം 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കമൻ്റ് ഇട്ട ആൾ അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. അവനെ പൊക്കിയെടുത്തിരിക്കും ഞാൻ, അവനാണെങ്കിലും അവളാണെങ്കിലും. കാരണം ബിഗ് ബോസിൽ ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നൻ്റ് ആയി. അതായത് എൻ്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുണ്ടച്ചി മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. നീ ഇതിനെതിരെ ഞാനിപ്പം നിന്നെ തെറി വിളിച്ചതിന് നിനക്ക് കമന്റ് കൊണ്ട് കേസ് കൊടുക്കും. ഓക്കെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? പിന്നെ ഈ പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അത് ചിലപ്പോൾ നിന്റെ അമ്മയ്ക്കോ നിന്റെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിനക്കോ ഉള്ള സ്വഭാവമായിരിക്കും. അത് നമ്മളെ അതിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്നവരല്ല. ജിസൈലിനെ കുറ്റം പറഞ്ഞ പുണ്യാളൻ. അടുത്തത് മറ്റേ കമന്റിന് ഞാൻ ജിസൈലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ജിസൈലിനെയും ആര്യനെയും ഒരുപോലെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഗെയിമാണെന്ന് ആര്യനും ജിസൈലിനും മനസ്സിലായി, എനിക്കും മനസ്സിലായി, അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. പക്ഷേ ജിസൈലിൻ്റെ ഡ്രസ്സിങ്ങിനോ ആര്യൻ്റെ ഡ്രസ്സിങ്ങിനോ എന്തെങ്കിലും ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുള്ളത് കാണിച്ചു തന്നാൽ ഞാൻ ഈ ഫാൻ ഉണ്ടല്ലോ, ഈ മേളിൽ കിടന്ന് കറങ്ങുന്ന, അതിൽ കെട്ടി തൂങ്ങി ചത്തോളാം. ആര്യൻ്റെയോ ജിസൈലിൻ്റെയോ ഡ്രസ്സിങ്ങിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആര്യനെ ജിസൈലിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇത് ഇവരുടെ സ്ട്രാറ്റജി ആയിരുന്നു, തെറ്റിദ്ധരിപ്പിക്കൽ സ്ട്രാറ്റജി. അത് അവിടെ ഗെയിമിലായിരുന്നു. അവർ ഗെയിം കഴിഞ്ഞിറങ്ങി, ഞാനും ഗെയിം കഴിഞ്ഞിറങ്ങി. ഇത് വീണ്ടും എനിക്ക് പറയേണ്ടി വരുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. കാര്യം അവിടെ ഒരു ഗെയിമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം 1-2 ആഴ്ച ചിലപ്പോൾ അതിൻ്റെ ഹാങ് ഓവറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിൽ നിന്നൊക്കെ അറിയാതെ വന്നിട്ടുണ്ടായിരിക്കാം. അത് അതവിടെ തീർന്നു. എന്നിട്ടും ഈ ഗെയിമും പിടിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെയൊക്കെ മനസ്സെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാനി കെട്ടി തൂങ്ങി ഞാൻ ചത്തോളാം. ഇതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ശിവപ്രിയൊക്കെ ഉണ്ട്. അടുത്തത് സ്വപ്ന എന്ന് പറയുന്ന ഒരു ആളുടെ കമൻ്റാണ്. ഇത് ഞാൻ ചെയ്തോളൂ. ഈ 2 കമന്റിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തത്. 2 കമന്റിന് വേണ്ടിയിട്ടാണ്. എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്, നിനക്ക് നാണവും മാനവും ഉണ്ടോ ഞൊണ്ടിക്കാല? ഞൊണ്ടിക്കാല, നീ നിന്റെ തന്തയെ പോയി പറയണം മയിലേ, നിന്റെ തള്ളയെ പോയി പറയണം. ഇവള് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മനസ്സിലായോ? ഇത്രയും പച്ചയ്ക്ക് ഞാൻ തെറി വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ? അവളുടെ പേഴ്സണലി അവളുടെ ഇഷ്ടത്തിന് അവൾ വയറ് കാണിച്ചോ എന്തെങ്കിലും
സാമാനം കാണിച്ചോ അവൾ ഫോട്ടോ ഇടുന്നോ വീഡിയോ ഇടുന്നതോ അവളുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ ഫോട്ടോ എടുത്തു ഞാൻ ഇട്ടു, ഹസ്ബൻഡായിട്ട് കൂടെ നിന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അതിന് നീ എന്തിനാണ് മൈര എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അതിന് നീ എന്തിനാ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അത് പറ. പിന്നെ ഇത്രയും ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ടെമ്പറായിട്ട് ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാലിൻ്റെ പേരിൽ കുറെ കുണയ്ക്കുന്നുണ്ട് കുറെ മൈരുകൾ, മനസ്സിലായോ? അത് വേണ്ട, ഇതങ്ങോട്ട് മാറ്റിക്കള. ഇത് മാറ്റിയിട്ട് നേർക്ക് പറ. ഞാൻ പറയാനുള്ളത് നേർക്ക് പറ. അവള് ഡ്രസ്സ് ചെയ്തു, അവൾക്ക് അവള് അവളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യം. എന്തുകൊണ്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ വയറ് കാണിച്ച് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഇവിടെ ഇത്തിരി ഓപ്പൺ ആയി കിടന്ന് എൻ്റെ ഇവിടുത്തെ ഇത്തിരി ഹെയർ കണ്ടു എന്ന് പറഞ്ഞ് അവളെ പോയി ആരും തെറി വിളിക്കുന്നില്ല? എന്തുകൊണ്ട് ഒരാണ് മാത്രം എല്ലാം കേൾക്കണം? ഞൊണ്ടിക്കാല സ്വന്തം ഭാര്യയുടെ ശരീരം നാട്ടുകാരെ കാണിച്ച് കാശുണ്ടാക്കുന്നു, ചെറ്റ. അല്ല, ഈ വീർപ്പിച്ച് ചേർക്കുന്നത് നിന്റെ തന്നെയാണോ? ഇതാണ് അല്ല, നിന്റെ തന്തയുടെ അടുത്തൊന്ന് ചെന്ന് ചോദിച്ചു നോക്കും, നിന്റെ തള്ളയുടെ ആണോ നീയെന്ന്. അപ്പൊ മനസ്സിലാവും ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോ അവൻ തന്നെ ഇട്ടിരിക്കുന്ന ആ മോള് തന്നെ ഇട്ടിരിക്കുന്ന ആ കുഞ്ഞ് വളർന്ന് വരുമ്പോൾ വിൽപ്പനയ്ക്ക് വെച്ച തള്ളയുടെ ശരീരം കണ്ട് നിന്റെയൊക്കെ മുഖത്ത് തുപ്പും. പണത്തിന് വേണ്ടി ആർത്തി മുഖത്ത് പെണ്ണുമ്പിള്ളയുടെ സാധനം വരെ കാണിച്ച് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു നാറി. ഇവളുടെ തൊലിക്കെട്ടി സമ്മതിച്ചു. നിനക്കെന്താടാ മൈരേനെ? നിനക്കെന്താ എന്താണ് എനിക്ക് അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. നിന്റെയൊക്കെ പ്രശ്നം എന്താണ്? ഞാൻ ഇമാതിരി ഊളക്കെട്ട് കേസുകൾക്ക് ഞാൻ പിടിക്കാത്ത കാര്യം അതാണ്. എടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ടെമ്പർ തെറ്റുമെന്ന് എനിക്ക് ചുമ്മാ കിടന്ന് ചിലക്കുന്ന പോലെയല്ല. അത് മാത്രമല്ല, നിങ്ങളാരും വിചാരിക്കരുത്, ദൈവത്തെ ഓർത്ത് വിചാരിക്കരുത് ഈ ഇമാതിരി കേസ് കെട്ട് ടെമ്പർ തെറ്റി കാര്യം ഇത്രയും വലിയ. എനിക്ക് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മതി, എനിക്ക് വേണ്ട, എനിക്കതിന് ഇഷ്ടമല്ല. ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞ മറ്റേ അവനാക്കി എന്നെ എടുക്കണ്ട, എനിക്കതിൻ്റെ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന മൈരന്മാരോട് ഈ രീതിയിലല്ലാതെ എനിക്ക് വേറെ രീതി എനിക്ക് പ്രതികരിക്കാൻ അറിയില്ല. പിന്നെ ഇത് എൻ്റെ ആണോ അല്ലേ എന്നുള്ള സംശയം ഉള്ള പുണ്ടച്ചി മക്കളുണ്ടല്ലോ, അവരുടേത് ഞാൻ ഈ കമൻ്റ് ഇട്ട് എൻ്റെ പിതൃത്വം ഇവളുടെ മാതൃത്വം എന്താണെന്നുള്ളത് ഞങ്ങൾ കേസ് ഫയൽ ചെയ്ത് കണ്ടുപിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ കാണിച്ചു തരാം, തീർത്ത് തരാം. ഇത് എൻ്റെ ആണോ ഇവളുടെ ആണോ അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഉള്ളവൻ്റെ ആണോ എന്ന് നേരത്തെ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ മൈര. ഇനിയുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ കുറെ ഡാഷുകളുണ്ട്. ഈ പറഞ്ഞവർക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, വേൾഡ് ഫസ്റ്റ് മദർ. അതെന്താണെന്നറിയോ, അത് ചിലപ്പോൾ വേൾഡ് ഫസ്റ്റ് മദർ ഞാനല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മദർ ആവുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, ഞാൻ ചെയ്യുന്നുമുണ്ട് എൻ്റെ ഇഷ്ടത്തിന്. അതിനിപ്പോൾ വേറൊരാളുടെ ഇഷ്ടമോ ഒരു അഭിപ്രായമോ എടുക്കേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കമന്റുകൾ എനിക്ക് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇത് ഒന്നാമത്തെ കാര്യം ഈ സാധനം ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ച കാര്യം എന്താ, നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചുമ്മാ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കിനെതിരെ നമ്മൾ സംസാരിച്ചു. നമ്മൾ ഒന്നാമത്തെ കാര്യം ഞാൻ ടെമ്പർ തെറ്റുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. പക്ഷേ ഈ 2 കമൻറ്റ്, ബാക്കിയുള്ള കമൻറ്റ്സ് ഒന്നും ഞാൻ ബാധിക്കുന്നില്ല, എന്നെ ബാധിക്കില്ല, എന്നെ അടുത്ത് പോയി. പക്ഷേ ഇനി വരാൻ പോകുന്ന നോക്കിക്കോ നമ്മൾ പബ്ലിക്കായിട്ട് വന്ന് തെറി വിളിച്ചു, നമ്മൾ മറ്റേ ഇതായെന്ന് പറഞ്ഞാൽ നമുക്കായിരിക്കും നെഗറ്റീവ്. പക്ഷേ അതൊന്നും ബാധിക്കുന്നില്ല. നിങ്ങൾ കൊണ്ടുപോയി ഉണ്ടാക്കുക. എനിക്കിങ്ങനെ പറ്റും. എനിക്ക് എൻ്റെ പിന്നെ മുഖത്ത് നോക്കി വരുത്ത ഞൊണ്ടിക്കാലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും. അതിന് എനിക്ക് അതിന്റെ പേരിലൊക്കെ നീയൊക്കെ പൊണച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൈരുമില്ല. നിന്റെ കുഞ്ഞാണോ എന്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയപ്പോ എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ് അങ്ങനെ കമന്റ് ഇടുന്ന മൈരകൾക്ക് എതിരെ ഞാൻ പിന്നെ കുറെ എണ്ണം ഉണ്ട്. എനിക്ക് അറിയാവുന്ന കുറെ എണ്ണം എന്റെ കൂടെ സീരിയലിൽ വർക്ക് ചെയ്ത കുറെ മൈരന്മാരുണ്ട്. ഞാനിത് ഓപ്പൺ ആയിട്ടൊക്കെ പറയുക. ബിഗ് ബോസിൽ പോകാൻ നേരം ഞാൻ എന്താ പൈസ കൊടുത്ത് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്നുണ്ട്. അവന്മാർക്കെതിരെയുള്ള കാര്യങ്ങൾ ഞാൻ വേറെ രീതിയിൽ ഉണ്ടായിക്കോളാം. പൈസ കൊടുത്തിട്ട് കയറാൻ പറ്റുന്ന എവിടെങ്കിലും 1 രൂപയെങ്കിലും കൊടുത്ത് പൈസ കൊടുത്ത് ബിഗ് ബോസിൽ കയറാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ക്രൂവിനെ മൊത്തം ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ തെളിവുണ്ടെങ്കിൽ നിരത്തുക. പേരുൾപ്പെടെ ഞാൻ പറയും. അതുകൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ ഒരാളുടെ ലൈഫിൽ കയറാതെ ജീവിതം സൈഡിൽ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആരുടെയും ലൈഫിൽ കയറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. തെളിവുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയുക.
തെളിയിക്കുക. ഈ പറഞ്ഞത് ഒരാളുടെ അടുത്ത് പറയുന്നത് 10 പേരറിയും, 10 പേരുള്ളത് 100 പേരറിയും. ബിഗ് ബോസ് ഞാൻ കയറിയത് പൈസ കൊടുത്തിട്ടാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ക്രൂവിനെ മൊത്തത്തോടെ ചോദ്യം ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നീ അത് തെളിയിക്ക്, എന്നിട്ട് കുണയ്ക്കാൻ നടക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ വായിലെ വെള്ളം പറ്റും. കഴിവ് വേണം, നീ ഒന്ന് ആ ഓഡീഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവരുടെ അടുത്ത് മനസ്സിലായോ? അത് എന്താന്നറിയോ, ഈ ചിലർക്ക് ഈ ചില ലേഡീസ് ഇടുന്ന കമന്റും, ലേഡീസ് ഒന്നും അല്ല, ഇതൊക്കെ ജെൻസാ, ഇതൊക്കെ ഞാൻ കൊടുക്കേണ്ടതാ. അല്ല അതല്ല, ഈ കമന്റിന്റെ കാര്യമായി പറയാം. ചിലരിടുന്ന എന്താണെന്നറിയോ, അവർക്ക് ഇപ്പോൾ ഒരു ചില ചേച്ചിമാരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പ്രഗ്നൻ്റ് ആയ ടൈമിൽ നോർമൽ വ്ളോഗ് എടുക്കുന്ന, ഫാമിലി വ്ളോഗ് എടുക്കുന്ന ചേച്ചിമാർ, എനിക്കൊരു മെറ്റേണിറ്റി ഷൂട്ട് എടുക്കണം, എന്ത് കോസ്റ്റ്യൂം ആവട്ടെ, അത് കോസ്റ്റ്യൂം ഒരാളുടെ ഡ്രസ്സിങ് ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊരു മെറ്റേണിറ്റി ഷൂട്ട് എടുക്കണം, എങ്ങനെ പറ്റുമോ അറിയില്ല. ഇപ്പോൾ വെച്ചിട്ട് പ്രോമിറ്റ് കൊടുത്ത് അങ്ങനെ ഇടുന്നവരുണ്ട്. അതൊക്കെ പറ്റുന്നുള്ളൂ. അല്ലാതെ ചെയ്യുന്നവരെ കണ്ട് ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രം ഫോണും കൊണ്ട് ഫേക്ക് അക്കൗണ്ട് കുറേ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ആരുടെ ഈ കമന്റ് ഇടണമെന്ന് അറിയാൻ വയ്യാത്ത കുറേ എണ്ണമുണ്ട്. ഇതിന് ഒരു 2-3 മാസം മുമ്പ് എന്താണെന്നറിയോ, ഡാൻസിന്റെ ആയിരുന്നു പ്രശ്നം. ഡാൻസ് ആയിരുന്നു പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയോ, ഇനി ഞാൻ ലൈവായിട്ട് പ്രഗ്നൻസി ഡെലിവറി കാണിച്ചു എന്നുണ്ടെങ്കിൽ അതിനിപ്പോ എന്തായിരുന്നു, അത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ, എന്താ സംഭവിക്കുന്ന അതും പറയുന്നുണ്ട് കമന്റിനകത്ത്. ഇനി ഡെലിവറിയും ലൈവായിട്ട് കാണിക്കുമോ? ഡെലിവറി ലൈവായിട്ട് ഇവള് കാണിച്ചില്ലെങ്കിൽ ഞാൻ കാണിക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നത്? അല്ല അത് തന്നെ, എനിക്കും അത് തന്നെ. എന്താ പ്രശ്നമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഡെലിവറിയും ഇപ്പോൾ പ്രഗ്നന്റ് ആയുള്ളൊരു വുമന്റെ വയറ് കണ്ടിട്ടൊക്കെ ഇത്രയും കുരുപൊട്ടുന്ന ആളുകളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്റെ പൊന്നോ. ഇതുപോലെ തന്നെ എന്റെ ഒരു ഈ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് പറയണേ, മറ്റേ കൃഷ്ണകുമാർ ചേട്ടന്റെ മോളുണ്ടല്ലോ, ഓസി, ദിയാകൃഷ്ണയുടെ ഫോട്ടോഷൂട്ട് അനുകരിക്കുവാന്നോന്ന്. ദിയാകൃഷ്ണ മാത്രമേ ഉള്ളൂ ഈ വേൾഡില് ഇതുപോലെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള, ഈ വയർ കാണിച്ചിട്ടുള്ള ഒരു ജീൻസും ഒരു ക്രോപ്പ് ടോപ്പും ഇട്ടിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്തിട്ടുള്ള ദിയാകൃഷ്ണ മാത്രമേ ഉള്ളൂ. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, ആർട്ടിസ്റ്റുകളാവട്ടെ. ഒന്നാമത്തെ കാര്യം, ഈ ബിഗ് ബോസ് ഉള്ള കാര്യം പറയാം. ബിഗ് ബോസിനകത്ത് ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം പോയപ്പോൾ ഭയങ്കര മറ്റേ എല്ലാവരെയും മുമ്പിൽ അലച്ചലച്ച് പോകുന്നു, അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. ലാലേട്ടൻ എന്നുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്ക് കൊടുത്ത വാക്കാണ് ബിഗ് ബോസിൽ ഞാൻ ഇറങ്ങിയ സമയം വരെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരാളുടെ അടുത്തും അധികമായിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കാനുള്ള കാര്യം, ദേഷ്യത്തിൽ അങ്ങോട്ട് അധികം പോകാത്ത. എന്താ കാരണമെന്നും കൂടെ പറയാം. എൻ്റെ വാ ശരിയല്ല, എൻ്റെ നാക്ക് ശരിയല്ല, ഞാൻ തെറി വിളിക്കും എന്നുള്ളൊരൊറ്റ ടെൻഷനും എൻ്റെ ഫാമിലിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതിനകത്ത് വാ തുറക്കാതിരുന്നത്, തെറി വിളിക്കാതിരുന്നത്. അപ്പം അതുകൊണ്ട് വിചാരിക്കരുത് അഭിലാഷ് മറ്റേ ഉണ്മയാണ്, മനസ്സിലായോ, മിണ്ടാതെങ്ങ് പോവും എന്നുള്ള വിചാരം വേണ്ട കേട്ടോ. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്തോളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ വിളിക്കുക. അതിനുള്ള ധൈര്യം കാണില്ല. അല്ല ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തല്ല, ഇതിനകത്ത് ഡൗട്ട് ഉള്ളവർ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നീയൊക്കെ നിന്റെ അച്ഛന്റെയോ നിന്റെ അമ്മയുടെയോ തന്നെ ഉള്ളയാണോ എന്ന് ആദ്യം നീയൊക്കെ തെളിയിര്. അവർക്കൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ ഡൗട്ട് അല്ലേ, എല്ലാ കാര്യത്തിലും ഡൗട്ട് ഉള്ളവർ അങ്ങനെ. പിന്നെ ഈ കമന്റ് ഇട്ടവരുണ്ടോ പിതൃത്വം, അതായത് ഞാൻ ഭാര്യ ബിഗ് ബോസിൽ പോയപ്പോ ഒരു സൗമ്യ, അത് ഞൊണ്ടിക്കാലെന്ന് വിളിച്ചു. ആ പുണ്ടച്ചോളടുത്ത് പറയാൻ എനിക്കൊന്നുമില്ല. കാര്യം അവളുടെ ചിന്താഗതിയുടെ കുഴപ്പം. നാളെ അവളെ കൊച്ചിനോ അവൾക്കോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒന്നും, അല്ലെങ്കിൽ അവർക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഒന്നും സംഭവിക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ വന്ന് പറയുന്നതാണ്, ഇതൊന്നും എനിക്ക് വീണ്ടും പറയാനില്ല. പക്ഷേ ഇത് ഭർത്താവ് ബിഗ് ബോസിൽ പോയപ്പോൾ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ ഈ അവനോ അവളോ ഞാൻ തരും, എനിക്കിത് കൊടുത്തേ പറ്റൂ, കേസ് കൊടുത്തിരിക്കും. ഇത് വെല്ലുവിളിയായിട്ട് എടുത്തോ, മനസ്സിലായോ? ഇത് വെല്ലുവിളിയായിട്ട് എടുത്തോ. അതും ഒരു ഫോട്ടോഷൂട്ട് ഇട്ടതിന്റെ പേരിൽ, ഒരു വയറ് കാണിച്ച ഫോട്ടോഷൂട്ട് ഇട്ടതിന്റെ പേരിൽ ഭർത്താവ് ബിഗ് ബോസിൽ പോയപ്പോൾ ഭാര്യ പ്രഗ്നന്റ് ആയി എന്ന കമന്റ് ഇട്ട നീ, എന്റെ പിതൃത്വത്തിലും ഇവളുടെ മാതൃത്വത്തിലും ഡൗട്ടുള്ള നിനക്ക്, അതെല്ലാം ഞാൻ തീർക്കാം. നിന്റെ ആ കടി ഞാൻ തീർത്ത് തരാം. എപ്പോഴാണെന്നറിയോ, നീ ആ കമന്റ് റിമൂവ് ചെയ്ത് പോയാലും കാര്യമില്ല, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഒന്ന് ഡെലിവറിയും കഴിഞ്ഞ് ഒന്ന് ഇറങ്ങട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ. ഇപ്പൊ ഫ്രീ അല്ല, ടൈമല്ല, ഈ വീഡിയോ എടുക്കാൻ പോലും ടൈം ഇല്ലാതിരുന്ന. പക്ഷെ ഈ കമന്റ് കണ്ടപ്പോഴാണ് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത്. സോ ഈ ഒരൊറ്റ കമന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സംസാരിച്ചത്.
ബാക്കിയുള്ള കമൻസ് ഒക്കെ വായിച്ചു പോയിന്നേ ഉള്ളൂ. ഈ ഒരു ഒറ്റ കമൻസിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനെ ഇടുന്നവര് ചുമ്മാ എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ പോയിട്ട് കമന്റ് ഇടും. ഇതിപ്പോ എന്താണെന്നറിയോ, ചിലർ വന്നിട്ട് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഇട്ട കമന്റാന്ന് പറയും. ഓഹോ, ഇതിപ്പോ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിയേറ്റേഴ്സ് ഇങ്ങനെ മോശം കമന്റ് ഇടുന്നതിന് അവര് സൈബർ സെല്ലിൽ കൊടുത്ത് കേസ് കൊടുത്തിട്ട് അവസാനം പിടിക്കുമ്പം കുഞ്ഞുങ്ങളിട്ടതാ വെറുതെ വിടണം. കുഞ്ഞുങ്ങളാകുമ്പോ 18 വയസ്സുള്ളവർക്ക് ഫോൺ കൊടുക്കുന്നവരാണെങ്കിലും 18 വയസ്സുള്ള എന്തുകൊണ്ട് ഒരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഒരു 18 വയസ്സിന് താഴോട്ടുള്ള ഒരാള് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഡ്രൈവ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്തയുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ കൊച്ചുങ്ങൾ കമന്റ് ഇടുന്നെങ്കിൽ ഫോൺ കൊടുക്കരുത്. കൊച്ചുങ്ങൾ അങ്ങനെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, തന്തമാരുടെയാണ്. അപ്പൊ ഇത് തന്തമാരുടെയും തള്ളമാരുടെയും പ്രശ്നം തന്നെയാണ് അങ്ങനെ പറഞ്ഞാൽ. കണ്ണിന്റെ പ്രശ്നം അത് തന്നെ, കാണുന്നവരുടെ കണ്ണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ എന്തായാലും ഗൈസ്, ഇത്രയും കാര്യം ഈ ഒരു വീഡിയോ കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ ഇട്ടിട്ട് പോകാനും ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനും ഒക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ല ചാൻസ് ഉണ്ട്. അതിന് എനിക്ക് നല്ല ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി മോശം ആൾക്കാരാണ്, നല്ലവരല്ല. ഓക്കെ, നല്ലവരായിട്ട് മറ്റേ നന്മമരം കളിച്ച് അങ്ങനത്തെ ഉള്ള ആൾക്കാരല്ല. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ദയവ് ചെയ്ത് നിങ്ങളുടെ കണ്ണുകടി മാറ്റാൻ ദയവ് ചെയ്ത് അതിന് ഇരകളല്ല ഞങ്ങൾ. നമ്മൾ കുലസ്ത്രീയായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ഇതായിട്ട് ജീവിക്കണമെന്ന് പറയുന്നവരുടെ ചിലപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കാണുക. മുന്നോട്ടും നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ വയറ് കാണിച്ചും വയറ് കാണിക്കാതെ ഇനി നോക്കിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വയർ ഇത്രയും വലിയ ഒരു കുഞ്ഞ് കിടക്കുന്ന ഇത്രയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു മഹത്വമായിട്ടുള്ളൊരു സ്ഥലം, ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു കാമക്കണ്ണിലാണ് നോക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇവളുടെ വയറ് കാണിച്ച് ചിലപ്പോൾ വീഡിയോസ് ഇട്ടുന്ന് വരും. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണ്ടുവെന്നേ പറയാൻ കണ്ടുവെന്നേ വയ്ക്കാൻ പറ്റില്ല, അത് കാണാനേ പറ്റില്ല. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഈ ഒരു വയറ് കാണിച്ചപ്പം ഇവളെ വിറ്റ് തിന്നവനായി, എൻ്റെ കൊച്ചല്ലാന്ന് പോലും ഈ ഒരു വയറ് കണ്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് കണ്ടിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടെന്ന് പോലും വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കാണാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് അൺസബ്സ്ക്രൈബ്, ബ്ലോക്ക്, ഇതൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അൺഫോളോ, ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നിരിക്കുന്നത് ഇതിനാണ്. കാണാൻ താല്പര്യമില്ലാത്ത സാധനങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയുക, കാണണ്ട ഓപ്ഷൻസ് ഉണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യുക. അല്ലാതെ എൻ്റെ പിതൃത്വത്തിലും ഇവളുടെ മാതൃത്വത്തിലും ഒക്കെ ഡൗട്ടുള്ളവർക്ക് ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും, ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരും. ഇത്രേ പറയാനുള്ളൂ. ഇത് പറഞ്ഞതിൽ കുറേയൊക്കെ ഞാൻ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടുമുള്ള കുറേ തെറികൾ വിളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോയുടെ കീഴിൽ വന്ന് ഇങ്ങനെ കമൻ്റ് ഇട്ടവർക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് ഇല്ല. മനസ്സിലായ? അപ്പം ശരി.